എക്സിറ്റ് പോൾ ഫലസൂചനകൾ വന്നു കഴിഞ്ഞിട്ടില്ല. നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും 350-ലധികം സീറ്റുകൾ NDAക്ക് പ്രവചിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ ബീഹാറിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബീഹാറിൽ ശ്രദ്ധേയമായ ഒരു കാര്യം നോക്കൂ. ആക്സിസ് മൈൻഡിന്റെ ഡൽഹി പ്രവചനം വന്നിരിക്കുന്നു. NDA 6 മുതൽ 7 വരെ ഇന്ത്യക്ക് പരമാവധി ഒരു സീറ്റ് കിട്ടാം. കഴിഞ്ഞ നമ്മുടെ 7-0 ആയിരുന്നു. ആ 7-0 നിന്ന് വേണമെങ്കിൽ ഒരു സീറ്റ് ഇത്തവണ കിട്ടാം ഇന്ത്യ മുന്നണിക്ക് എന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു. ശ്രദ്ധേയമായി ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തേക്കാൾ 15% വോട്ട് ഇത്തവണ NDAക്ക് ബദലായി ഇന്ത്യ മുന്നണി ബീഹാറിൽ നേടുമെന്നുള്ളതാണ്. ബീഹാറിന്റെ കണക്കാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. NDA 29 മുതൽ 33 വരെ സീറ്റുകൾ, ഇന്ത്യ 7 മുതൽ 10 വരെ സീറ്റുകൾ, മറ്റുള്ളവർ 0 മുതൽ 2 വരെ സീറ്റുകൾ. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വളരെ മികച്ച പ്രകടനം നടത്താൻ അവിടെ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായി ഞാൻ കാണുന്നത് തേജസ്വി യാദവിനെയാണ്. പുറത്ത് പെയിൻ കില്ലേഴ്സ് കഴിച്ച് പുറത്ത് ബെൽറ്റിട്ട് 183 യോഗങ്ങളിൽ പ്രസംഗിച്ച തേജസ്വി യാദവ് തൊഴിൽ എന്ന വിഷയം മുൻനിർത്തി നടത്തിയ പോരാട്ടം. അദ്ദേഹം ഞാനാണ് ലാലു പ്രസാദ് യാദവിന് പിൻഗാമി എന്ന് പ്രഖ്യാപിക്കുന്നു. ബീഹാർ രാഷ്ട്രീയത്തിൽ തേജസ്വി യാദവ് എന്ന പുതിയ സൂര്യോദയം കാണുന്ന തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ പറയാം. ബീഹാറിൽ 10 വരെ സീറ്റുകൾ RJD കോൺഗ്രസ് സഖ്യം നേടാം. കോൺഗ്രസിന് അവിടെ സംഘടനാ സംവിധാനം അമ്പേ ദുർബലമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബീഹാറിൽ ഉണ്ടാവുന്ന ഈ 15% ഷിഫ്റ്റ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 15% സ്വിംഗ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ബീഹാറിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതിനർത്ഥം അവിടെ നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയെ BJP റീപ്ലേസ് ചെയ്യും. ഭാവി ബീഹാർ രാഷ്ട്രീയം RJD വേഴ്സസ് BJP എന്നുള്ളതായിരിക്കും. ഇനി യൂട്ടേൺ തിരിഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. ബീഹാർ സ്വന്തം രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞു 16 സീറ്റിൽ നിന്ന് അത് ഒന്നുമില്ലായ്മയിലേക്ക് എത്തുകയാണ് എങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വലിയ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ബീഹാർ രാഷ്ട്രീയം തേജസ്വിക്ക് അനുകൂലമായി വിധി എഴുതുകയാണ് എങ്കിൽ അത് നോക്കൂ, ഒരാൾക്ക് ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്, സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ ആകെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അത് പ്രതിപക്ഷത്ത് മറ്റാർക്കും സാധിക്കുന്നില്ല എന്നൊരു ചിത്രം കൂടിയാണ് എക്സിറ്റ് പോൾ പുറത്തു വരുന്നത്. വിവിധ എക്സിറ്റ് പോളുകളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ സ്ക്രീനിൽ കാണുന്നത്. നോക്കൂ, ഇന്ത്യ ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ജൻ കി ബാത്ത് 362 മുതൽ 392 വരെ സീറ്റ് NDAക്ക് നൽകുന്നു. പി മാർക്ക് 359, മാട്രിക്സ് 383 മുതൽ 368 വരെ, TV5 തെലുഗു 359 സീറ്റുകൾ വരെ. ഡി ഡൈനാമിക്സ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യക്ക് അനുകൂലമായി പ്രവചിക്കുന്നത്. 371 സീറ്റുകൾ, ഇന്ത്യ മുന്നണിക്ക് 125 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 47 സീറ്റുകൾ എന്നാണ് ഡി ഡൈനാമിക്സിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ചിത്രം. ഡൽഹിയുടെ വോട്ട് ഷെയർ കൂടി ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. BJP 54, അതായത് കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള അതേ പെർഫോമൻസ് ഡൽഹിയിൽ BJP ആവർത്തിക്കുമ്പോൾ കോൺഗ്രസ് 19% വോട്ടും ആപ്പ് 25% വോട്ടും നേടും, അതായത് 42% വോട്ട്. അപ്പോൾ ആ നിലയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് സീറ്റ് ജയിക്കുന്ന അവസ്ഥയിലേക്ക് ഡൽഹിയിൽ വരാൻ കഴിയില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോൾ നൽകുന്ന ഒരു പൊതുവിലയിരുത്തൽ. ജൻ കി ബാത്ത് ഏതാണ്ട് 15 സീറ്റുകൾ അധികമാണ് NDAക്ക് അനുകൂലമായി പ്രവചിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് 10 സീറ്റുകൾ. ഒരു കൃത്യമായ സംവിധാനമായി പ്രതിപക്ഷ ചേരി ആകെ ഇന്ത്യ മുന്നണിയായി വന്നിട്ടും അവർക്ക് കൂടുതലായി നേടാൻ കഴിയുന്നത് 10 സീറ്റുകൾ എന്നുള്ളതാണ് ജൻ കി ബാത്ത് പ്രവചിക്കുന്നത്. ഡൽഹി വോട്ട് ചെയ്തത് പ്രധാനമന്ത്രിക്കാണ്, മുഖ്യമന്ത്രിക്കല്ല. ഡൽഹിയുടെ വോട്ട് ശതമാനത്തിൽ മുൻപ് പലപ്പോഴും കണ്ടതുപോലെ തന്നെ ഉറച്ച ഭരണം കേന്ദ്രത്തിൽ വേണം. അതിന് നരേന്ദ്രമോദി മാത്രമേ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി വന്നത്, ഒരുപക്ഷെ ജയിലിൽ കിടന്നാണ് അരവിന്ദ് കെജ്രിവാൾ കിടന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ ആപ്പിനവിടെ കഴിയുമായിരുന്നു. ജയിലിറങ്ങി വന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ശ്രമങ്ങൾ വലിയൊരളവ് ആപ്പിന് തന്നെ തിരിച്ചടിയാവുന്നു. ആപ്പിന് തന്നെ ആപ്പായോ എന്ന് സംശയം ഉണ്ടാവും. അതെ, ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. അതെല്ലാം ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നാണ് കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നാടകീയമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നാണ് 1 സീറ്റ് മുതൽ 2 സീറ്റുകൾ വരെ മാത്രം. ഏതായാലും ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു ബ്രേക്കിനിടയിൽ എനിക്കൊരു കോൾ വന്നു. അതിന് ഒരു സുഹൃത്ത് പറഞ്ഞത്, നിങ്ങൾ ഈ BJP ജയിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ BJP ജയിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല, കണക്കുകൾ പറയാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അല്ല, ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ആളുകളുടെ നിന്നുള്ള പ്രതികരണമാണ്. ഇത് അവസാന കണക്കല്ല, എക്സിറ്റ് പോൾ ആണ്. നമ്മൾ പരമാവധി തവണ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നില്ല, ഇത് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ മാത്രമാണ്. നമുക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയ ആകാംക്ഷ കൊണ്ടാണ് അല്ലെ. എക്സിറ്റ് പോൾ സൂചന അനുസരിച്ച് രാജീവ്, ഡൽഹിയിലെ BJP 54% വോട്ടുകൾ, ആപ്പിന് 25%, കോൺഗ്രസിന് 19%. 54 മറുവശത്ത് 25, 19, 44. വളരെ കൗതുകരമാണ്. പകുതിയിലധികം തലസ്ഥാനത്തിന്റെ മനസ്സ്, ഇന്ദ്രപ്രസ്ഥത്തിൽ പകുതിയിലധികം പേരുടെ മനസ്സ് BJPക്കൊപ്പം. ശരി, നമുക്ക്